പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ ഒരു അതിശക്തമായ പ്രവൃത്തി നമ്മുടെ നടുവിൽ നടക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ചില സമയത്ത് കാണാത്ത ചില കാര്യങ്ങളുണ്ടായിരിക്കും, ഇതുവരെ ദൃശ്യമാകാത്തത്, എത്ര ശ്രമിച്ചിട്ടും മുൻപിലൊന്ന് തെളിഞ്ഞു വരാത്തത്. ദൈവം എന്താണ് ആ വഴിയൊന്നൊന്ന് തെളിയിച്ച് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ടും തെളിഞ്ഞു വരാത്തതൊക്കെ ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്നത്തെ പകൽ മുതൽ ദൈവം എന്തൊക്കെയോ വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കാനായിട്ട് പോവുകയാണ്. വിശ്വാസത്തോടെ ഒരു ആമേൻ പറഞ്ഞാലും ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു കീ സ്പോൺസർ നമുക്കുണ്ട്. പാറ്റ്നയിൽ നിന്ന് വിജു സുരേഷാണ്. താങ്ക് യു. ദൈവം നൽകിയ നന്മകൾക്കുള്ള നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഭർത്താവിന് ക്യാൻസറിൽ നിന്ന് പൂർണ്ണ വിടുതൽ ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇളയ മകൻ ശ്രീശാന്തിന് നീറ്റ് എക്സാമിൽ റാങ്കിൽ പാസ്സാകുവാൻ, എല്ലാവർക്കും ദൈവികമായ ആരോഗ്യം ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവിൻ്റെ പ്രവൃത്തി അങ്ങ് വെളിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, നീ അങ്ങനെ ചെയ്തതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ കൃപയാൽ നിറച്ചതിനായിട്ടും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനിയും നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താൽ ഈ വരുന്ന ശനി ഞായർ ഈ 2 ദിവസങ്ങളായിട്ട് അതിശക്തമായിട്ടുള്ള മീറ്റിംഗ് തിരുവനന്തപുരത്ത് നടക്കാൻ പോകുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമല്ലോ. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന മീറ്റിങ്ങിൽ ഞങ്ങൾ 3 പേരും കുടുംബമായിട്ട് ഞങ്ങൾ അവിടേക്ക് വന്നു ചേരാൻ പോകുകയാണ്. ഈ വർഷത്തെ ആദ്യത്തെ മീറ്റിംഗ് ആണ് നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരു പക്ഷേ ഇങ്ങനെ ഒരു ന്യൂ ഇയർ സർവീസിലോ ഒരു ന്യൂ ഇയർ മീറ്റിങ്ങിലോ പങ്കെടുക്കാൻ സാധിക്കാത്ത പലരും ഉണ്ടായിരിക്കും. നിങ്ങളെ ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം രോഗികളായിട്ടുള്ളവർ, മറ്റ് പ്രശ്നങ്ങളിലൂടെ പോകുന്നവർ, വളരെ ദുഃഖത്തിലൂടെ പോകുന്നവർ, അങ്ങനെയുള്ള എല്ലാവരെയും കൊണ്ടുവരിക. എന്തെന്ന് വെച്ചാൽ യേശു കർത്താവ് അവരുടെ കണ്ണുനീർ തുടയ്ക്കുവാനായിട്ട് പോകുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ധൈര്യസമേതം അവരെല്ലാം കൊണ്ടുവരിക. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയായിരിക്കും ആ ഒരു പ്രവൃത്തി എന്നുള്ളത്. അപ്പോൾ തന്നെ ഈ വരുന്ന ഞായറാഴ്ചയും പ്രത്യേകമായിട്ടുള്ള ആരാധന അവിടെ നടക്കുന്നു. ബ്രദർ നേമായ അവിടെ ആരാധനയും മറ്റു കാര്യങ്ങൾക്ക് എല്ലാറ്റിനും ദൈവിക സന്ദേശം നൽകുവാൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുകയാണ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് തുടർന്ന് കേൾക്കാൻ പോകുന്ന. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. ജനുവരി 10-11 ദിവസങ്ങളിൽ ബ്ലെസ്സിങ് ടുഡേ ടീമായി തിരുവനന്തപുരത്തേക്ക് വരികയാണ്. കഴിഞ്ഞ ന്യൂ ഇയർ സർവീസ് കൊച്ചിയിൽ നടന്നു. ഇറ്റ് വാസ് റിയലി അമേസിങ്. അവിടെ കർത്താവ് റിലീസ് ചെയ്ത അഭിഷേകം, വാഗ്ദത്തങ്ങൾ, ഒരു വലിയൊരു അത്യന്ത ശക്തിയുണ്ട്. ഇതൊക്കെ ആയിട്ടാണ് ഈ ടീം തിരുവനന്തപുരത്തേക്ക് വരുന്നത്. ജനുവരി 10-11 ശനി ഞായർ ദിവസങ്ങളിൽ രാജധാനി ഓഡിറ്റോറിയം കിഴക്കേക്കോട്ടയിലാണ് നടക്കുന്നത്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് വ്യക്തിപരമായി ക്ഷണിക്കുകയാണ്. പ്ലീസ് ഡു കം. യുവർ ലൈഫ് വിൽ ചേഞ്ച്. ഈ 2026 ആവശ്യമുള്ള സകല അനുഗ്രഹങ്ങളും ഞാൻ പറയുന്നത് പേമാരി പോലെ കർത്താവ് കോരിച്ചൊരിയുന്ന ദിവസമായിരിക്കും. ഒത്തിരി പേരെ കർത്താവ് സൗഖ്യമാക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും, സയൻസ് ആൻഡ് വണ്ടേഴ്സ് കർത്താവ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരണം. നിങ്ങളുടെ ഫാമിലിയെ കൊണ്ടുവരണം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ശത്രുക്കളെ പോലും കൊണ്ടുവരണം. കാരണം ശത്രുക്കളെ കർത്താവ് അവിടെ വെച്ചങ്ങ് മിത്രമാക്കും. സോ സീ യു ദേർ. വെൽക്കം ടു ദ ഇയർ ഓഫ് ദ സൂപ്പർ നാച്ചുറൽ. ഈ വർഷം ഞാൻ വളരെ എക്സൈറ്റഡാണ്. നമ്മളെല്ലാവരും ആവേശഭരിതരാണ്. കാരണം കർത്താവ് ഇതുവരെ ചെയ്യാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടി മാത്രമല്ല, നമുക്കുള്ളവർക്ക് വേണ്ടി, പലർക്ക് വേണ്ടി ചെയ്യുന്ന. ബിക്കോസ് വി എക്സ്പെക്റ്റ് മോർ ദിസ് ഇയർ. ദിസ് ഈസ് അക്കോർഡിംഗ് ടു ഹിസ് പ്രോമിസ്. കർത്താവ് നമുക്ക് തന്ന വാഗ്ദത്തമാണ്. നമ്മളാകെ ചെയ്യേണ്ടത് നമ്മുടെ ലൈഫ് അലൈൻ ചെയ്യുക, റെഡിയാക്കുക. എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ദൈവത്തിൻ്റെ ഭാഗത്ത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തടസ്സമില്ല. എവറിത്തിങ് ഈസ് ഡൺ, എവറിത്തിങ് ഈസ് ഫിനിഷ്ഡ് ആൻഡ് ഹീ ഈസ് റെഡി. ഹി ലവ്സ് us. ഹി ഹാസ് ഓൾ ദ ബ്ലെസ്സിങ്സ് വിത്ത് ഹിം. ഒരിക്കൽ കുറവുള്ളത് നമ്മൾ റെഡി ആയിട്ടില്ല, നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടില്ല. പല കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാനുള്ള പ്രാപ്തിയിലേക്ക് നമ്മൾ വന്നിട്ടില്ല. ദാറ്റ് ഈസ് എ പ്രോബ്ലം. സോ ഇന്ന് ജനുവരി 7
നിങ്ങളുടെ ഡയറി എടുക്കുക. ഡയറി ആമസോണിലൊക്കെ തീർന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഡയറി എടുക്കുക. അതിൽ 7th വെനസ്ഡേ ജാനുവരി 7th അതിലൊരു ബൈബിൾ റീഡിംഗ് പ്ലാൻ. എല്ലാ ദിവസവും ഞാനത് പറയില്ല, അത് അവരവരായിട്ട് ഒരു ഡിസിപ്ലിൻഡായിട്ട് വായിച്ചു പോവുക. എന്നിട്ട് ആ ബോക്സിൽ ഒരു ടിക്ക് മാർക്ക് ഇടുക. ഓക്കെ, എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അവിടെ ഫോക്കസ് വേർഡ് കൊടുത്തിട്ടുണ്ട്, പീസ്. ഐ ലവ് ദിസ്. സമാധാനം. എല്ലാവരും എന്ന് പറഞ്ഞ സമാധാനം. ഓക്കെ, പെട്ടെന്ന് ലൈവ് ചാറ്റിലോ കമൻറ്റ് സെക്ഷനിലോ എവിടെയാണോ നിങ്ങൾക്ക് കയറാൻ പറ്റുന്ന അവിടെ ചെന്നിട്ട് പീസ്, സമാധാനം, സമാധാനം, സമാധാനം. ഒരു പ്രാവിൻ്റെ ഇമോജിക്ക് ഉണ്ടെങ്കിൽ അങ്ങ് എടുത്തിട്ടു. പീസ്, സമാധാനം. സമാധാനം കൊണ്ട് ലൈവ് ചാറ്റ് നിറയ്ക്കുക, സമാധാനം കൊണ്ട് കമൻറ്റ് സെക്ഷൻ നിറയ്ക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിറയ്ക്കുക, ഹാർട്ട് നിറയ്ക്കുക, അന്തരീക്ഷത്തെ നിറയ്ക്കുക. വളരെ വേഗത്തിൽ കാണുന്ന എല്ലാവരും, ഇപ്പോൾ ലൈവായി കാണുന്നവരും റീപ്ലേ കാണുന്നവരും ഏത് സമയത്ത് കാണുന്നവരും റിപ്പീറ്റ് കാണുന്നവരും എല്ലാവരും യൂട്യൂബിലോ ഫേസ്ബുക്കിലൊക്കെ കാണുന്നവർ, പീസ്, സമാധാനം, ഷാലോം, ഷാലോം, ഷാലോം. ഒന്നുകിൽ പീസ് നടിക്കുക, സമാധാനം നടിക്കുക, ഷാലോം നടിക്കുക, പറ്റുന്ന എല്ലാം ടൈപ്പ് ചെയ്ത് ഇൻ ദ നെയിം ഓഫ് ജീസസ് സമാധാനം വാഴട്ടെ. വാവ്. പ്രോമിസ് വേഴ്സ് ഐസയ 26:3 ആണ്. യു വിൽ കീപ്പ് ഇൻ പെർഫെക്റ്റ് പീസ് ദോസ് ഹൂസ് മൈൻഡ്സ് ആർ സ്റ്റെഡ്ഫാസ്റ്റ് ബിക്കോസ് ദേ ട്രസ്റ്റ് ഇൻ യു. അപ്പോൾ അതിൻ്റെ മലയാളം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയാണ് അതിനെ പറയുന്നത്? മനസ്സ് ദൈവത്തിൻ്റെ സന്നിധിയിൽ മനസ്സ് സ്റ്റഡിയാക്കി വെക്കുന്നവർ, അവരെ പൂർണ്ണ സമാധാനത്തിൽ ദൈവം കാക്കും. കാരണം അവർ ദൈവത്തിൽ ആശ്രയിക്കും. സോ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, അതുപോലെ സ്ഥിരമാനസന്മാരായിരിക്കുന്നവർക്ക് ദൈവം അവരെ സമാധാനത്തിൽ കാക്കും, പൂർണ്ണ സമാധാനത്തിൽ കാക്കും. സ്റ്റെഡ്ഫാസ്റ്റ് മൈൻഡ്, കർത്താവിൽ തന്നെ ഉറപ്പിച്ചു വെക്കുക മനസ്സ്. ഡെക്ലറേഷൻ കൊടുത്തിട്ടുണ്ട്, മൈൻഡ് ഈസ് സ്റ്റേഡ് ഓൺ ദ ലോർഡ്. എൻ്റെ മനസ്സ് കർത്താവിൽ തന്നെ സ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ്, ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ്. Supernatural peace guards my heart and thoughts. ഒരു അസാധാരണമായ സമാധാനം എൻ്റെ ഹൃദയത്തെയും വിചാരങ്ങളെയും സമാധാനത്തിൽ കാക്കുന്നു. അപ്പോൾ ഈ ഡെക്ലറേഷനും അതുപോലെ ഇതെല്ലാം ഫോക്കസ് വേർഡും ഫോക്കസ് വേഴ്സും എല്ലാം അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഒരാൾ തന്നെ പല പ്രാവശ്യം ഇടുക. അപ്പോൾ നമുക്ക് വേഗത്തിൽ ഇന്നത്തെ കാര്യങ്ങളുടെ ധ്യാന ചിന്തകളിലേക്ക് പോകാം. ഞാൻ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ, ബാക്കി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ജനുവരി 7 പേജിൽ കുറിച്ചിടുക. നിങ്ങൾക്കത് കൂടുതൽ ഡെവലപ്പ് ചെയ്യാം. വ്യക്തിപരമായിരുന്ന കൂടുതൽ അതിനോട് ഒത്തുവാക്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് കൂടുതൽ വിശാലമായി നിങ്ങൾക്കതിനൊരു ഭയങ്കര ബൈബിൾ സ്റ്റഡിയാക്കി മാറ്റാം. ഞാൻ ചെറിയൊരു ആപ്പറ്റൈസർ മാത്രമേ തരുന്നുള്ളൂ. ഓൾറൈറ്റ്. പീസ് ഇസ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് പ്രോബ്ലംസ്. ഒരു പ്രശ്നമില്ലെങ്കിൽ എനിക്ക് സമാധാനമുണ്ട് എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഈ പ്രശ്നങ്ങളൊന്ന് മാറിയാൽ എനിക്കൊരു സമാധാനം കിട്ടിയേനെ. ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ ഭർത്താവാണ്. ഇതൊന്ന് മാറിയാൽ കർത്താവ് ഒന്ന് വിളിക്കണേ. ഭർത്താവ് മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് കർത്താവിൻ്റെ ഇഷ്ടം നിറവേറാനൊന്ന് പ്രാർത്ഥിക്കണേ. എൻ്റെ ഭർത്താവ് ഭയങ്കര ഉപദ്രവമാണ്. ഒത്തിരി പേര് എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അമ്മ ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ പോകുന്നത്, ദൈവഹിതം നടക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ അർത്ഥം മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്, പക്ഷേ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൻ കുറേ ദിവസമായി, പക്ഷേ ദൈവഹിതം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. ഉള്ളിൽ ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു. സോ പീസ് ഈസ് നോട്ട് ആബ്സെൻസ് ഓഫ് പ്രോബ്ലംസ്. ഒരു പ്രശ്നമില്ലാത്തൊരു ജീവിതം അല്ല സമാധാനത്തിൻ്റെ ജീവിതം. വ്യക്തമായി മനസ്സിലാക്കണം. പീസ് ഈസ് ദ പ്രസൻസ് ഓഫ് ഗാഡ് ഇൻ ദ മിഡിൽ ഓഫ് പ്രോബ്ലംസ്. വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ പേരാണ് സമാധാനം. അയ്യോ, മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഒന്നുകൂടി പറയാം. നമ്മുടെയൊക്കെ സ്വപ്നം എന്താണ്? എല്ലാ പ്രശ്നങ്ങളും ഒന്ന് മാറി
സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതിയായിരുന്നു, കാല് നീട്ടി ഒന്ന് ചാരിയിരിക്കാൻ. അതാണ് സമാധാനത്തിൻ്റെ ജീവിതം. ഈ ദുനിയാവിൽ അത് കിട്ടില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, ഒരിക്കലൊരു ദേവദാസൻ പ്രാർത്ഥിക്കാൻ വേണ്ടി, അതായത് ആരാധനാ യോഗങ്ങളെല്ലാം കഴിഞ്ഞ്, പ്രാർത്ഥനാ യോഗം കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി മുമ്പോട്ട് ഇറങ്ങി നിൽക്കുകയാണ്. ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വരുന്നത്. അപ്പോൾ ഒരു സഹോദരി വളരെ ഭക്തിയോടുകൂടെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ആ സഹോദരി ഈ ദേവദാസനോട് പറയാം, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ ദേവദാസ എന്ന് പറഞ്ഞു. അദ്ദേഹം ഉടൻ തന്നെ കൈവച്ചു പ്രാർത്ഥിച്ചു, കർത്താവേ ഇപ്പോൾ ഇവളുടെ ജീവൻ എടുക്കണേ. ആ സഹോദരി ഭയങ്കരമായി ദേഷ്യപ്പെട്ടു. എൻ്റെ പ്രശ്നം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നിട്ട് പാസ്റ്റർ എന്നെ കൊല്ലാൻ വേണ്ടി പ്രാർത്ഥിക്കുവാണ്. പാസ്റ്റർ സിസ്റ്ററെ പറഞ്ഞ കേൾക്കാം, ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ കഷ്ടം ഉണ്ടാകും. യോഹന്നാൻ 16:31 കർത്താവിനെ പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം അത് മാറാൻ ആകെ ഒരു വഴിയേ ഉള്ളൂ, സഹോദരി ഇവിടെ നിന്ന് മരണത്തിലൂടെ മാറ്റപ്പെടുക. അതല്ലാതെ ഈ പ്രശ്നം തീരാൻ പോകുന്നില്ല. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, വചനമനുസരിച്ചാണ് പ്രാർത്ഥിച്ചു. അയ്യോ, അങ്ങനെയാണെങ്കിൽ ആ പ്രശ്നത്തിലൊന്ന് പിടിച്ചു നിൽക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി അതിനാണ് ഞാൻ പ്രാർത്ഥിക്കുക. ഇതാണ് സത്യം. മരിക്കുന്നിടത്തോളം ഈ ഭൂമിയിലാണ് ജീവിക്കുന്നതെങ്കിൽ പ്രശ്നങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് വെക്കേഷനോ അല്ലെങ്കിൽ ഒരു കടലിൻ്റെ തീരത്തൊന്ന് പോയി നിൽക്കുന്നതല്ല. കടലിൻ്റെ തീരത്ത് വെറുതെ ചുമ്മാ വാച്ച് ചെയ്യുക. ചിലരൊക്കെ ഉണ്ടല്ലോ, കടലമ്മ കള്ളി എന്നൊക്കെ എഴുതിയിട്ട് മാറി നിൽക്കും, എന്നുവെച്ചാൽ തിര വന്നിട്ട് അത് തൂത്ത് കളയാൻ വേണ്ടിയിട്ട്. പിന്നെ പല പല കളികളൊക്കെ ഉണ്ടല്ലോ ബീച്ചിൽ. പക്ഷേ ഇതൊന്നും ചെയ്യാതെ ചുമ്മാ ഒരു കസേരയിട്ട് എവിടെയെങ്കിലും ചുമ്മാ ഇരിക്കുക, വെയിറ്റ് ചെയ്യണം. എന്തിനാണ്? തിരമാലകളെല്ലാം ഒന്ന് അടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എത്ര നേരം കൊണ്ട് തിരമാല അടങ്ങും? ഒരിക്കലും അടങ്ങാൻ പോകുന്നില്ല. നിങ്ങളവിടെ ആണ്ടുകളിരുന്നാലും ആയുസ് മൊത്തം ഇരുന്നാലും തിരമാലകൾ അടിച്ചു കൊണ്ടേയിരിക്കും. ഇനി ഒരു തുറമുഖത്ത് ഒരു പോർട്ടാണ്, അവിടെ ഒരു ക്യാപ്റ്റൻ, ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ ഇരിക്കുക. ഈ തിരമാലകളെല്ലാം ഒന്ന് ശാന്തമാവും, എന്നിട്ടേ ഞാൻ എൻ്റെ കപ്പൽ ഇറക്കുന്നുള്ളൂ. അയാൾ ആയുസ്സിൽ കപ്പൽ കടലിൽ ഇറക്കില്ല. കാരണം തിരമാലകൾ നിന്നിട്ട് കപ്പൽ ഓടിക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും ഓടിക്കാൻ പറ്റില്ല. തിരമാലകളുടെ മുകളിലൂടെ അതിനെ കീറി വേണം കപ്പൽ പോകാൻ. നിങ്ങളുടെ വിശ്വാസ കപ്പൽ ഇതുപോലെയാണ് പോകേണ്ടത്. വലിയ തിരമാലകളും സുനാമിയും എല്ലാം വന്നാൽ അതിൻ്റെ ഉള്ളിലൂടെ ശക്തമായി കീറി മുറിച്ച് അതിനെ നാവിഗേറ്റ് ചെയ്ത് ലക്ഷ്യത്തിലേക്ക്, തുറമുഖത്തിലേക്ക് പോകണം. അപ്പോൾ സമാധാനം എന്ന് പറയുന്നത് പ്രശ്നങ്ങളുടെ അഭാവമല്ല, പ്രശ്നങ്ങൾ മുഴുവൻ മാറുന്നതല്ല സമാധാനം. മറിച്ച് പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് സമാധാനം. അതേ ഈ ഭൂമിയിൽ നടക്കൂ. ഞാൻ ഈ യെശയ്യാവിൻ്റെ പുസ്തകം 26:3 നമ്മുടെ ഇന്നത്തെ ഫോക്കസ് വേഴ്സ്. അതിൽ പറയുന്നത്, യു വിൽ കീപ്പ് ഇൻ പെർഫെക്റ്റ് പീസ് ദോസ് ഹൂസ് മൈൻഡ്സ് ആർ സ്റ്റെഡ്ഫാസ്റ്റ് ബിക്കോസ് ദേ ട്രസ്റ്റ് ഇൻ യു. അപ്പോൾ സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയിക്കുന്ന നിമിത്തം നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. ഓക്കെ, അപ്പോൾ അവിടെ ഗോഡ് വിൽ സ്റ്റെബിലൈസ് അവർ മൈൻഡ്സ് ആൻഡ് ഗാർഡ് അവർ ഹാർട്ട്സ് വിത്ത് ഹിസ് പീസ്. സമാധാനമുള്ളപ്പോൾ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ സമാധാനം കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സൊന്ന് സ്റ്റഡിയാക്കണം. കർത്താവ് അങ്ങ് തീരുമാനിക്കേ, ജീവിതത്തിൽ ദൈവമില്ലാത്ത ഒരിടപാടുമില്ല എന്ന് പറഞ്ഞേ, അതങ്ങ് ടൈപ്പ് ചെയ്തിട്ടേ, എഴുതി വെച്ചേ, പുസ്തകത്തിൽ എഴുതി വെക്ക്. ജീവിതത്തിൽ ദൈവമില്ലാത്ത ഒരിടപാടും എനിക്കില്ല. പറവാകൊണ്ട് ഉറക്കെ വിളിച്ചു പറ. എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ഇടപാട് എനിക്കില്ലെന്നേ, അങ്ങനത്തെ ഒരു ഡീല് വേണ്ട, അങ്ങനത്തെ ഒരു പരിപാടി എനിക്ക് വേണ്ട. എൻ്റെ ഹൃദയം ഉറച്ചിരിക്കുന്നു, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, എൻ്റെ മനസ്സ് നിന്നിൽ ഞാൻ ഫിക്സ് ചെയ്യുകയാണ്. കുറ്റി അടിച്ച് ഉറപ്പിക്കുന്ന പോലെ എൻ്റെ മനസ്സ് നിന്നിൽ കൊണ്ടുപോയി ഞാൻ ഉറപ്പിച്ച് വെക്കുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്വസ്ഥത വരും. പ്രശ്നങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ, സ്വസ്ഥതയും സമാധാനവും അകത്ത് വരുമെന്ന് ഒരു വലിയ ഹല്ലേലൂയ പറ. 2 കൈകളൊക്കെ ഉയർത്തി 2 പേര് കേട്ടാലും കുഴപ്പമില്ല, പറ. പരിസരം നോക്കി ചെയ്താൽ മതിയല്ലോ. ഓഫീസിലൊക്കെ ഇരുന്ന് പറയുവാണെങ്കിൽ അതൊന്നും വേണ്ട. അനുകൂലമായൊരു സാഹചര്യമാണെങ്കിൽ അതങ്ങ് പറ, എന്ന് വെച്ചാൽ ആർക്കും പ്രയാസം ഉണ്ടാകാതിരിക്കാൻ.
So Isaiah speaks these words during a time of national instability and fear. ദേശം മൊത്തം, നാട് മൊത്തം, രാജ്യം മൊത്തം ഒരു അസ്ഥിരതയുള്ള സമയത്താണ് പറയുന്നത്. ഒരു സ്ഥിരമാനസനാണെങ്കിൽ, സാഹചര്യങ്ങൾ മൊത്തം അസ്ഥിരമായിരിക്കും, പക്ഷെ മനസ്സിനെ സ്ഥിരമാക്കുക കർത്താവിൽ. ചുരുക്കി പറഞ്ഞാൽ അനിശ്ചിതാവസ്ഥകളുള്ളപ്പോഴും, മൊത്തം അൺസർട്ടനിറ്റിയാണ്, നാളെ എന്താവെന്നറിയില്ല, ആ സമയത്തും പീസ് ഈസ് പോസിബിൾ. Not because circumstances are calm, but because trust is anchored in God. സാഹചര്യങ്ങൾ ശാന്തമാകുന്നത് കൊണ്ടൊന്നുമല്ല, പിന്നെന്തുകൊണ്ടാണ്? നമ്മുടെ ആ വിശ്വാസം കൊണ്ടുപോയി ആങ്കർ ചെയ്തിരിക്കുന്നത്, ദൈവാശ്രയം കൊണ്ടുപോയി വച്ചിരിക്കുന്നത് അവനിലാണ്. അവൻ യുഗങ്ങളുടെ പാറയാണ്, മാറ്റമില്ലാത്തവനാണ്, അവൻ സ്ഥിരമാനസനാണ്, അവനൊരു മാറ്റമില്ല. പലരുടെ ഈ തല ഇങ്ങനെ ഓളം വെട്ടുന്നത് പോലെ അങ്ങനത്തെ പരിപാടിയൊന്നും ദൈവത്തിനില്ല. ഹീ സ്റ്റേബിൾ, ഹീ ഈസ് ദ റോക്ക്, ഹീ ഈസ് ദ റോക്ക്. അതുകൊണ്ട് ദാവീദൊക്കെ വിളിച്ചു, അവൻ എൻ്റെ പാറയാകുന്നു, അവൻ എൻ്റെ പരിചയമാകുന്നു എന്നൊക്കെ പറയാൻ കാരണം ഹി വിൽ നെവർ ചേഞ്ച്. വി കൻ കൗണ്ട് ഓൺ ഹിം, വി കൻ ട്രസ്റ്റ് ഇൻ ഹിം. അവിടെ ഈ യെശയ്യാവിൻ്റെ പുസ്തകം 26 നിന്നാണല്ലോ നമ്മൾ ഇന്നത്തെ ഫോക്കസ് വേഴ്സ്. അതിൽ പറയുന്നൊരു കാര്യം, ഹി വിൽ കീപ്പ് യു ഇൻ പെർഫെക്റ്റ് പീസ്, പൂർണ്ണ സമാധാനത്തിൽ കാക്കും. പക്ഷേ ഹീബ്രു ബൈബിളിൽ അവർ കൊടുത്തിരിക്കുന്നത് ഷാലോം ഷാലോം എന്നാണ്. 2 പ്രാവശ്യം ഷാലോം ഷാലോം ഷാലോം. പീസ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്, കണ്ടിന്യൂവൽ ആൻഡ് സെക്യൂർ. ഷാലോം ഷാലോം, അവൻ നിങ്ങളെ സമാധാനത്തിൽ കാക്കും എന്ന് വച്ചാൽ സമ്പൂർണമായ, നിരന്തരമായ, തുടർമാനമായ, സുരക്ഷിതമായ, ബ്രേക്ക് ചെയ്യാത്തൊരു സമാധാനം കർത്താവ് തരും. അപ്പോൾ ഈ വചനത്തിൽ തന്നെ പറയുന്ന അടുത്തൊരു പീസാണ്, യു വിൽ കീപ്പ് ഇൻ പെർഫെക്റ്റ് പീസ്. അല്ല, യു വിൽ കീപ്പ്, ഗോഡ് വിൽ കീപ്പ്, ദൈവം കാക്കും. സോ പീസ് ഈസ് എ ഗിഫ്റ്റ് ഗോഡ് കീപ്സ്. ഈ കർത്താവ് എന്ന് പറഞ്ഞ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, ഇറ്റ്സ് എ ഗിഫ്റ്റ്. ദാറ്റ് ഈസ് എ ഗിഫ്റ്റ്. ഫ്രീ ആയിട്ടാണ് തരുന്നത്, ബില്ലൊന്നുമില്ല, ഫ്രീ. എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരും, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുമെന്ന് കർത്താവ് പറയുമ്പോൾ, കർത്താവ് കടന്നു പോയതുപോലെ ഒരു പ്രശ്നം ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ അനുഭവിച്ചിട്ടുണ്ടോ? എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞു മണിക്കൂറുകൾക്കകം അവനെ അറസ്റ്റ് ചെയ്യുന്നു. പോകാത്ത വേദനകളില്ല, പ്രശ്നങ്ങളില്ല. രാജ്യം മൊത്തം തനിക്ക്, ഭരണകൂടം തനിക്കെതിരായി മാറുന്നു, സാത്താൻ്റെ മുഴുവൻ സൈന്യവും തനിക്കെതിരായി വരുന്നു, മനുഷ്യർ തനിക്കെതിരായി മാറുന്നു. അതിനുള്ള പറഞ്ഞ് എൻ്റെ സമാധാനം. അപ്പോൾ കർത്താവ് അനുഭവിച്ച ആ സമാധാനം എത്ര വലുതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കപ്പൽ ഓടിക്കുമ്പോൾ തിരമാലകൾ മുഴുവൻ ശാന്തമായ ശേഷം ഇന്ന് വരെ ഒരു കപ്പിത്താനും കപ്പലിറക്കിയിട്ടില്ല, സമുദ്രത്തിലൂടെ പോയിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ചരിത്രത്തിലുണ്ടായിട്ടില്ല. പക്ഷേ കപ്പലിനകത്തിരിക്കുന്ന ഒരു പാസഞ്ചർ, ഒരാൾ, കപ്പൽ യാത്രികൻ, ഈ കപ്പലിനകത്ത് കയറി ഈ തിരമാല വല്ലതും ഇയാൾ അടിക്കുന്നുണ്ടോ? അയാളവിടെ നല്ല റൂമിൽ കിടന്ന് ഉറങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു, എന്തെല്ലാം പരിപാടികളാണ് ഷിപ്പിനകത്ത് നടക്കുന്നത്. സോ യു വിൽ കീപ്പ് ഇൻ പെർഫെക്റ്റ് പീസ്. കർത്താവാണ് ചെയ്യുന്നത്. പീസ് ഈസ് സംതിങ് ഗോഡ്സ് അസ്. നമ്മിൽ കർത്താവ് സൂക്ഷിക്കുന്ന ഒന്നാണ് സമാധാനം. നോട്ട് സംതിങ് വി മാനുഫാക്ചർ ബൈ പോസിറ്റീവ് തിങ്കിങ്. അതല്ലാതെ ഈ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അറിയാമല്ലോ. അതായത് മാനേജീരിയൽ, കോർപ്പറേറ്റ് വേൾഡിലും എല്ലായിടത്തും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലുമൊക്കെ ഈ പോസിറ്റീവ് തിങ്കിങ് പഠിപ്പിക്കും. പോസിറ്റീവായി ചിന്തിക്കുക, നെഗറ്റീവായി ചിന്തിക്കരുത്. അതിൽ തെറ്റൊന്നുമില്ല, അതാണ് വേണ്ടത്. പക്ഷേ ഈ പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ അപ്പുറത്തുള്ളൊരു സാധനമാണ് സമാധാനം. കർത്താവ് പറഞ്ഞ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകും എന്ന് വെച്ചാൽ, എത്ര വലിയ തിരമാല ഉയർന്നാലും, എത്ര വലിയ കാറ്റടിച്ചാലും, എത്ര വലിയ പ്രതികൂലങ്ങൾ വന്നാലും, ലോകം മൊത്തം ഇളകിയാലും, നരകം മൊത്തം ഇളകി വന്നാലും, സാക്ഷാൽ ലൂസിഫർ ഫൈറ്റിന് വന്നാലും, അകത്ത് സമാധാനം അതുപോലെ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ യേശുവാണ്. ആ യേശുവാണ് പറയുന്നത്, എൻ്റെ സമാധാനം എന്താ ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകും. അതുപോരെ, ഇറ്റ് ഈസ് എ ഗിഫ്റ്റ്. ആൻഡ് ഹീ സീസ്, ഐ വിൽ ഗോഡ് ദ ഗിഫ്റ്റ്. ആ ഗിഫ്റ്റിനെ ഐ വിൽ കീപ്പ് ഇറ്റ് ഇൻസൈഡ് ഓഫ് യു.
So when God keeps your peace, anxiety loses its grip and authority. Fear loses control. Confusion loses its grip. ഈ ദൈവം തന്നെ സമാധാനത്തെ നമ്മുടെ ഉള്ളിൽ കാക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? ആകുലതകൾ, ഭയം, ആശങ്കകൾ, കൺഫ്യൂഷനുകൾ, ആശയക്കുഴപ്പങ്ങൾ ഇതെല്ലാം പിടിവിടും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഐ ഫീൽ ദ റിലീസ് ഓഫ് പീസ്. കർത്താവ് ചിലരുടെ അകത്തേക്ക് സമാധാനത്തെ റിലീസ് ചെയ്യാണ്. വാ 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 സൂപ്പർ നാച്ചുറൽ ലിവിങ് ബിഗിൻസ് വെൻ ഗോഡ് ഗവേൺസ് ദ ഇന്നർ ലൈഫ്. നമ്മുടെ അകത്തൊരു ജീവനുണ്ട്, അകത്തൊരു ജീവിതമുണ്ട് അല്ലേ? പുറത്ത് കാണുന്ന നമുക്ക് പുറത്ത് അകത്ത് കരയുമ്പോഴും നമുക്ക് ചിരിച്ചുകൊണ്ടിരിക്കാം അല്ലേ? 70 mm അല്ലെങ്കിൽ ഈ ചിരി മുതൽ ചിരി വരെയൊക്കെ കാണിച്ച് നമുക്ക് ചിരിച്ച് പ്ലാസ്റ്റിക് സ്മൈലൊക്കെ കൊണ്ടുവരാൻ പറ്റും. നമുക്ക് അകത്ത് കരയായിരിക്കും, മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മൾ ചിരിച്ച് കാണിക്കും. എന്നാൽ സൂപ്പർ നാച്ചുറൽ ലിവിങ്ങിലേക്ക് വരുമ്പോൾ ദൈവം തന്നെ നമ്മുടെ അകത്തുള്ള ഇന്നർ ലൈഫിനെ അവൻ കാക്കും. പീസ് ഈസ് കണക്റ്റഡ് ടു ദ മൈൻഡ്, നോട്ട് ദ സിറ്റുവേഷൻ. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യം, അവൻ്റെ മനസ്സിനെ, സ്ഥിരമാനസൻ മനസ്സിനെയാണ് കാക്കുന്നത്. ഈ മനസ്സിലാണ് സമാധാനം വേണ്ടത്, മനസ്സിലാണ് സമാധാനം വേണ്ടത്, സാഹചര്യങ്ങളിലല്ല. നമ്മൾ ചിന്തിക്കുന്നത് എന്താ? സാഹചര്യങ്ങളിൽ സമാധാനം വരാനാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ വേണ്ടത് എവിടെയാണ്? അകത്താണ് സമാധാനം വേണ്ടത്. ഈ കൊടുങ്കാറ്റ് അവസാനിക്കുന്ന അന്ന് നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നല്ല കർത്താവ് പറഞ്ഞു. കൊടുങ്കാറ്റിനകത്ത് നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ. ഈ കൊടുങ്കാറ്റിൻ്റെ അകത്തൊക്കെ വന്നിട്ട് കർത്താവ് പറഞ്ഞു പീസ് എന്ന് പറഞ്ഞു. പീസ്. കൊടുങ്കാറ്റും തിരമാലയുടെ നടുവിലും കർത്താവ് പറയുന്നത് എന്താ? പീസ്. ഷാലോം ഷാലോം. എല്ലാവരും ഒന്ന് പറഞ്ഞേ ഷാലോം ഷാലോം. 1000 പ്രാവശ്യം ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഷാലോം ഷാലോം 2 പ്രാവശ്യം അടിക്കണം. ഷാലോം ഷാലോം. അതാണ് പെർഫെക്റ്റ് പീസ്, കംപ്ലീറ്റ് പീസ്. പീസ് ദാറ്റ് വിൽ നെവർ സ്റ്റോപ്പ്. ഷാലോം ഷാലോം. ഹല്ലേലൂയ. സോ കർത്താവ് പറയുന്നത് തന്നെ, യു വിൽ ഹാവ് പീസ് വെൻ യുവർ മൈൻഡ് ഈസ് സ്റ്റഡ് ഫാസ്റ്റ്. മനസ്സ് സ്ഥിരപ്പെട്ടിരിക്കുമ്പോൾ സമാധാനം കിട്ടും. അതെവിടെ സ്ഥിരപ്പെടണം? കർത്താവിൽ സ്ഥിരപ്പെടണം. വെർ ദ മൈൻഡ് ഗോസ് ദ ഹാർട്ട് ഫോളോസ്. മനസ്സിൻ്റെ പുറകെ ഹാർട്ടും കൂടി പോവുകയെ. സോ വാട്ട് യു അലൗ ടു ഡോമിനേറ്റ് യുവർ തോട്ട്സ് വിൽ ഡിറ്റർമിൻ ദി അറ്റ്മോസ്ഫിയർ ഓഫ് യുവർ സോൾ. ഈ പുറത്തൊരു അറ്റ്മോസ്ഫിയർ ഉള്ളതുപോലെ തന്നെ നമ്മുടെ അകത്തൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇത് രണ്ടും കണക്ട് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, സ്ഥിരമാനസന്മാരായിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? പുറത്തുള്ള സാഹചര്യവുമായി അകത്തുള്ള അന്തരീക്ഷത്തെ കണക്ട് ചെയ്യരുത്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഓ ഹല്ലേലൂയ. കർത്താവിലുള്ള വിശ്വാസം എന്ന് കുറയുമോ അന്നകത്തുള്ള സമാധാനം കുറയും. എഴുതി വെച്ചു, ഫോമുലയാണ്. കർത്താവിലുള്ള എൻ്റെ വിശ്വാസം കുറയുമ്പോൾ അയ്യോ എന്ത് സംഭവിക്കും, ഇങ്ങനെ അയാൾ അങ്ങനെ പറഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇങ്ങനെ പോയാൽ എന്ത് സംഭവിക്കും. എന്നാൽ കർത്താവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് പറയും? ഇതൊക്കെയാണേലും കർത്താവ് കാര്യം നോക്കിക്കോളും, സമാധാനമായിട്ടിരിക്കുന്ന അങ്ങോട്ട് ആശ്വസിപ്പിക്കും. വാവ്. എല്ലാവർക്കും ആ ഒരു കൃപ ഉണ്ടാകട്ടെ. പറഞ്ഞേ ഐ റിസീവ് ഇറ്റ്. ടൈപ്പ് ചെയ്തിടുക. ഞാൻ ക്രിസ്തുവിൻ്റെ കർത്താവിൻ്റെ സമാധാനത്തെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് നിറച്ചിട്ടെ. അപ്പോൾ എന്ന് കർത്താവിലുള്ള ആശ്രയം നമുക്ക് നഷ്ടമാകുന്നു അന്ന് സമാധാനം ചോരാൻ തുടങ്ങും. അതുപോലെ ആകുല ചിന്തകൾ ഉയരാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു പ്രത്യേക തരം, എങ്ങനെ അതിനെ പറയേണ്ടത്, ചങ്ങലകൾ കൊണ്ടുവന്നതുപോലെ ഒരു ഫിയർ വന്ന് നമ്മളെ ചുറ്റാൻ തുടങ്ങും. ഇതിനെല്ലാം കാരണം കർത്താവിലുള്ള വിശ്വാസം, ആശ്രയം കുറയുന്നില്ലെങ്കിൽ കർത്താവിലുള്ള വിശ്വാസം കുറയുന്നു. എപ്പോൾ കർത്താവിലുള്ള വിശ്വാസം തിരിച്ചു വരുമോ ആ സമയത്ത് സമാധാനവും തിരിച്ചു വരും, ഒരുമിച്ച് വരും. പെട്ടെന്നായിരിക്കും സമാധാനത്തിൽ നിറയുന്നത്. ഇതൊക്കെയാണ് പലപ്പോഴും ഒരു വചന ശുശ്രൂഷ നടക്കുമ്പോൾ, ഒരു കൗൺസിലിംഗ് നടക്കുമ്പോൾ, ഒരു പ്രവചന ശുശ്രൂഷ നടക്കുമ്പോഴൊക്കെ സംഭവിക്കുന്നത്. ആകപ്പാടെ തകർന്ന ഹൃദയം ഇരിക്കുമ്പോൾ പെട്ടെന്നാണ് ഒരു ദൈവശബ്ദം കേൾക്കുന്നത്, ദൈവത്തിൻ്റെ സ്വരം കേൾക്കുമ്പോൾ സെക്കൻഡുകൾ കൊണ്ട് അതുവരെ നെഞ്ചത്ത് കെട്ടി നിന്ന ഭയവും വിഷമവും ആശങ്കയും എല്ലാം കൂടെ പുറത്തിയാടി
ആൾ ഫ്രീ ആയി, സമാധാനം. എല്ലാം പറഞ്ഞേ ഷാലോം ഷാലോം. വാവ്. ഈ പീസിനെ വിളിക്കുന്നത് പീസ് ഈസ് എ സൂപ്പർ നാച്ചുറൽ ഗാഡ്. ഈ ഒരു എങ്ങനെ അതിനെ പറയേണ്ടത്, അസാധാരണമായ ഒരു പാറാവുകാരനെ പോലെ, ഗാഡ് എന്ന് പറഞ്ഞാൽ ഒരു വാച്ച്മാനെ പോലെയാണ്, സെൻറ്റിനലിനെ പോലെയാണ് സമാധാനം. പീസ് ഡസ് നോട്ട് മേക്ക് യു പാസീവ്. ഒരിക്കലും സമാധാനം നിങ്ങളെ നിഷ്ക്രിയനാക്കി മാറ്റുന്നില്ല. ഇറ്റ് മേക്സ് യു സെക്യൂർ, സുരക്ഷിതത്വമുള്ളവനാക്കി മാറ്റും. പീസ് ഗാഡ്സ് യുവർ ഹാർട്ട് ഫ്രം ഫിയർ. എല്ലാവിധ ഭയങ്ങളിൽ നിന്നും ഹൃദയത്തെ മനസ്സിനെയും സൂക്ഷിക്കും. കാരണം സൂപ്പർ നാച്ചുറൽ ഗാഡാണ്. ഈ വാച്ച്മാനെയാണ് അല്ലെങ്കിൽ ഈ ഗാഡിനെയാണ് നമുക്ക് വേണ്ടത്. യുവർ തോട്ട്സ് ഫ്രം പാനിക്. ഒത്തിരി പേർക്ക് പാനിക് അറ്റാക്സ് ഉണ്ട്. പെട്ടെന്ന് ഭീതി കയറി അകപ്പാടെ അഡ്രിനാലിൻ ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ഭയങ്കരമായിട്ട് പാനിക് ചെയ്യും. എന്നാൽ കർത്താവിൻ്റെ സമാധാനം നമ്മളോടുകൂടി ഉണ്ടെങ്കിൽ നമ്മുടെ തോട്ട് സിസ്റ്റത്തെ പാനിക് അറ്റാക്സിൽ നിന്നും കാക്കും. ഞാൻ ചിലരെ നോക്കി പ്രവചിക്കുകയാണ്, ഈ 2026 ഈ ഗോഡിനെ, ഈ ഒരു പാറാവുകാരനെ, ഈ കാവൽ ഭടനെ ദൈവം നിങ്ങൾക്ക് തരികയാണ്. ആരാണ് ഈ കാവൽ ഭടൻ? ഷാലോം ഷാലോം, അവൻ്റെ പെർഫെക്റ്റ് പീസ്. അതിനെ കാവൽക്കാരനാക്കി അങ്ങ് ഏൽപ്പിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ വർഷം ഇന്ന് മുതൽ എന്ത് ചെയ്യരുത്? ഇമോഷണൽ ഡിസിഷൻസ് എടുക്കരുത്. ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമാണ്, പെട്ടെന്ന് നമുക്ക് വികാരത്തിളപ്പുണ്ടാകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നിരാശ വരുമ്പോൾ, ഭീകരമായൊരു മാനസികാവസ്ഥയിലിരിക്കുമ്പോൾ ഒരു പെർമനൻറ്റ് ഡിസിഷൻ എടുക്കരുത്. ഒരു വലിയ ഡിസിഷൻ ആ സമയത്ത് എടുക്കരുത്. ഒന്ന് ശാന്തമായിട്ടെടുത്താൽ മതി. കാരണം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ എന്നെ റിഗ്രറ്റ് ചെയ്യും. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്തു. അത് ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ചോന്നറിയില്ല. വലിയ കൊടുങ്കാറ്റിലും തിരമാലകളിലൊക്കെ യേശുവും ശിഷ്യന്മാരൊക്കെ വഞ്ചിയിൽ പെട്ടുപോയ സമയത്ത് കർത്താവിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുത്തു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അതിഭയങ്കരമായ കാറ്റും കോളുമൊക്കെ വന്ന സമയത്ത് ശിഷ്യന്മാരെല്ലാവരും കൂടെ കൂവി കരയാൻ തുടങ്ങി. ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിനെക്കുറിച്ച് നിനക്ക് വിചാരമില്ലേ? എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ. ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യും? ഒരു കുഷൻ, അമരത്തെ അവിടെ ഒരു കുഷൻ വെച്ചിട്ട് കിടന്ന് ഇങ്ങനെ ഉറങ്ങും. ഭയങ്കര തിരമാലയാണ്, മുഖത്തൊക്കെ വെള്ളം, ഉപ്പുവെള്ളം വന്ന് വീഴുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്ത് വെള്ളമാണെന്ന് വെച്ചാൽ അത് വന്ന് വീഴുന്നുണ്ട്. പക്ഷെ കർത്താവ് എന്ത് ചെയ്യുക? നല്ല ഉറക്കത്തിലാണ്. അതിലൂടെ ശിഷ്യന്മാരത് കണ്ടതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഒച്ചത്തിൽ കൂവിക്കരഞ്ഞൊരു പക്ഷേ പത്രോസാണല്ലോ ലീഡർ. പക്ഷേ പത്രോസ് അത് കണ്ടു. പിൽക്കാലത്ത് തന്നെ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. പത്രോസിനെ കൊണ്ടുപോയി കാരാഗൃഹത്തിലിട്ട് പിറ്റേ ദിവസം കൊല്ലും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാം പോയി പിറ്റേ ദിവസം തനിക്കുള്ളതല്ല, തന്നെ കൊല്ലും. ഒത്തിരി കാവൽക്കാരൊക്കെ ചുറ്റും നിൽക്കുന്ന സമയത്ത് പത്രോസ് അവിടെ കിടന്നുറങ്ങുകയാണ്. ആരിൽ നിന്നാണ് ഇത് പഠിച്ചത്? സമാധാന പ്രഭുവായ യേശുവിൽ നിന്ന്. ഈ വർഷം അങ്ങനൊരു പാഠം കർത്താവ് നമുക്ക് തരികയാണ്. ഏറ്റവും വലിയ പ്രശ്നങ്ങളുടെ നടുവിലും സമാധാനത്തോടെ ഉറങ്ങാൻ എത്ര സഹോദരിമാർക്ക് വേണം, എത്ര സഹോദരന്മാർക്ക് വേണം? പെട്ടെന്ന് ടെൻഷനും ഹൈപ്പർ ടെൻഷനും ഒക്കെ വരുന്ന ആളുകളുണ്ടെങ്കിൽ, കർത്താവേ, ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ അകത്ത് ഷാലോം ഷാലോം ഒന്ന് നിറയട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. രോഗികൾ സൗഖ്യമാകട്ടെ. ഈ ആസ്മ രോഗമുള്ള ആരെ കർത്താവ് സൗഖ്യമാക്കുന്നു. റിസീവ്. തൈറോയിഡ് പ്രോബ്ലമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. ബ്ലഡ് പ്രഷർ വേരിയേഷനുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. കിഡ്നികൾക്ക് പ്രയാസം, കർത്താവ് സൗഖ്യം. ലിവർ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. ഏത് വിഷയത്തിലും കർത്താവെ ഭാരപ്പെടുന്നവരെ അങ്ങ് തൊടുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ. 2026 കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന വലിയൊരു ഗിഫ്റ്റാണ് ഈ ഡിവോഷണൽ ഡയറി. ദ ഇയർ ഓഫ് ദ സൂപ്പർ നാച്ചുറൽ 2026 ഡയറി ആൻഡ് സെർമൺ നോട്ട് കീപ്പർ. ഒത്തിരി പേരുടെ കയ്യിൽ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞെന്ന് എനിക്കറിയാം.
പക്ഷേ ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം ഇതിന് ശേഷം ഇത് അവൈലബിൾ അല്ല. ഈ പ്രാവശ്യം നമ്മുടെ ദിവസവുമുള്ള വചന പഠനം ഇതിനെ ബേസ് ചെയ്താണ്. ഇതൊരു വെറും ബ്ലാങ്ക് ഡയറി അല്ല. ഇതിൻ്റെ മുകളിൽ ഓരോ ദിവസത്തേക്കും ഒരു ഫോക്കസ് വേർഡുണ്ട്, ഒരു ഫോക്കസ് വേഴ്സ് ഉണ്ട്, ഒരു ഡെക്ലറേഷനുണ്ട്, അതുകൂടാതെ ബൈബിൾ റീഡിംഗ് പ്ലാനുണ്ട്. ഇതിനെ ബേസ് ചെയ്താണ് ഈ വർഷം 365 ദിവസങ്ങളിലും നമ്മുടെ മോർണിംഗ് ഗ്ലോറി പോകുന്നത്. ഈവൻ സൺഡേ മെസ്സേജുകളിൽ പോലും അതിൻ്റെ റിഫ്ലക്ഷൻസ് കാണും. ബിക്കോസ് ദർ ഇസ് എ ട്രാക്ക്. ഇത് പരിശുദ്ധാത്മാവ് തന്നതാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും ഈ ഡിവോഷണൽ ഡയറി കിട്ടിയിട്ടില്ലെങ്കിൽ ആമസോണിൽ ഇത് ലഭ്യമാണ്. അല്ലെങ്കിൽ കൊച്ചിൻ ബ്ലെസ്സിംഗ് ടുഡേയിൽ വരിക, ഇല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ബ്ലെസ്സിംഗ് ടുഡേയെ അപ്രോച്ച് ചെയ്യുക. എത്രയും വേഗം കരസ്ഥമാക്കുക. ഒരു ദിവസം കളയരുത്. നിങ്ങളുടെ കയ്യിൽ ദിവസവും ഉണ്ടായിരിക്കുന്ന ഒരു വർഷം മൊത്തം നമ്മുടെ കയ്യിലിരിക്കേണ്ട ഒരു പുസ്തകമാണ്.